127 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. 127 സങ്കീർത്തനം. ഈ ഒരു വാക്യമാണ്, അതിൽ നിന്നാണ് അല്പസമയം ഒന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് കരുണ കാണിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന്, യഹോവ ഭവനം പണിയാതിരുന്നാൽ അധ്വാനിക്കുന്നവരുടെ അധ്വാനം വ്യർത്ഥമത്രേ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ഉറങ്ങാതിരിക്കുന്നവരുടെ ആ പ്രയത്നം അത് വ്യർത്ഥമത്രേ, അല്ലെങ്കിൽ വെറുതെയാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താലും വിജയിക്കണമെങ്കിൽ ആമേൻ, കർത്താവിൻ്റെ കൃപ വേണം. ആമേൻ. എത്രയൊക്കെ മനസ്സിലായി പറഞ്ഞത്? അതിൻ്റെ അർത്ഥം അതാണ്. സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, എന്ത് ചെയ്താലും. ഒരു സാധാരണ ജലദോഷപ്പനി വന്നാൽ ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപക്ഷെ മെഡിക്കൽ സയൻസിന് വിരോധമായിരിക്കും, എനിക്കത് വിഷയമല്ല. ഒരു പാരസെറ്റമോൾ പോലും ശരീരത്തിൽ പിടിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം. ആമേൻ. ഹല്ലേലൂയ. കഴിവ് കൊണ്ടൊക്കെ ഒരു സമയം വരെയൊക്കെ പറ്റും, എന്തെങ്കിലുമൊക്കെ നടക്കും, നമ്മൾ പഠിച്ചതും ശീലിച്ചതും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരുപാട് ദൂരമൊന്നും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുന്നോട്ട് പോകണമെങ്കിൽ, സ്ഥിരമായി ഓടണമെങ്കിൽ, സ്ഥിരതയോടെ മുന്നോട്ട് പോകണം, സ്ഥിരമായി ജയിച്ച് കയറണമെങ്കിൽ, ഹല്ലേലൂയ, പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതോടെ തീർന്നെന്ന്. അല്ല, അടുത്തത് കാത്തിരിക്കുന്നുണ്ട്. ആമേൻ. അത് ക്രിസ്തീയ ജീവിതത്തിന് മാത്രം പ്രത്യേകതയാണ്. യഥാർത്ഥ വിശ്വാസികളുടെ ഒരു മാത്രം പ്രത്യേകതയാണ്. യഥാർത്ഥ തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഒരു വാക്യം എഴുതിയിരിക്കുന്നത്: ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ആമേൻ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇത് പഴയ നിയമമല്ല, ഇത് പുതിയ നിയമമാണ്. എന്താണ്? യേശുവിൻ്റെ പേര് പറയുന്നതല്ല, പ്രവചിക്കുന്നവരുടെ കാര്യമല്ല, രോഗശാന്തി വരുത്തുന്നവരുടെ കാര്യമല്ല. ആമേൻ. വലിയ സ്റ്റേജുകളിലോ ചർച്ചുകളിലോ പ്രസംഗിക്കുന്നവരുടെ കാര്യമല്ല, പള്ളി പണിയുന്നവരുടെ കാര്യമല്ല. യേശുക്രിസ്തുവിൽ, സങ്കീർത്തനത്തിൽ പറയുന്ന, അവങ്കിലേക്ക് നോക്കിയവർ, അവനെ നോക്കി. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇതുപോലെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി, കർത്താവിൻ്റെ വചനത്തിന് വില കൽപ്പിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തെ ബഹുമാനിക്കുന്ന, ദൈവികമായ സകലത്തിനും 1-ാം സ്ഥാനം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കോ ഇന്ന് പകൽ കേട്ടുകൊള്ളുക. ഇതെല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും പിടിക്കാനും പറ്റത്തില്ല, എല്ലാവർക്കും ഇത് മനസ്സിലാകത്തുമില്ല. കാരണം ദൈവത്തെ വേണ്ട പോലെ ആരാധിക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ, സഭായോഗങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ, കൂട്ടായ്മയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുന്നവർക്ക് വലിയ കഷ്ടതയുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. അതായത് കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിൻ്റെ പ്രകാരം ജീവിക്കുന്നല്ലാത്തവർ കഷ്ടത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. ലോകം വച്ച് നീട്ടുന്ന എന്തെങ്കിലും എച്ചിലുകൾ കിട്ടിയെന്നിരിക്കാം. ആമേൻ. പക്ഷെ ദൈവം വച്ച് നീട്ടുന്ന ഒന്നും ലഭിക്കത്തില്ല. ആമേൻ. ദൈവത്തെ അറിഞ്ഞ വ്യക്തി ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കണം. ആമേൻ. എത്രയൊക്കെ മനസ്സിലായി? ചിലർ ധരിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഇറങ്ങിയത് കൊണ്ടാണ് കഷ്ടപ്പാടെന്ന്, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട്. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. മറ്റുള്ളവർക്ക് ലോകം കൊടുക്കുന്ന എച്ചിലാണ് കിട്ടുന്നത്. ആമേൻ. നിനക്ക് ലോകം തരുന്ന എച്ചിൽ മതിയെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുമാറി നടന്നോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമില്ല, വചനമില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യുന്നില്ലാത്തവന് കഷ്ടത മാത്രമല്ല, കാരണം അവൻ എന്നും പിശാചിൻ്റെ കയ്യിലെ ആയുധമാണ്. ആമേൻ. ഹലോ, ഒരാമേൻ പറഞ്ഞേ. അവനെ പിശാച കൊണ്ടു നടക്കുന്നേ. അവനെ കൊണ്ടു നടക്കുന്ന പിശാചാണ്. അവൻ്റെ കഴുത്തേലും അവൻ്റെ കാലിലും അവൻ്റെ കയ്യേലും അവൻ്റെ സകലത്തിലും ഇരിക്കുന്ന പിശാചിൻ്റെ കൈയാണ്. അവൻ എന്തു തൊട്ടാലും പരാജയമായിരിക്കും. ആമേൻ. സ്തോത്രം. എവിടെ പോയാലും പരാജയമായിരിക്കും, എന്ത് ചെയ്താലും പരാജയമായിരിക്കും. കാരണം ദൈവത്തെ അറിയാത്ത വ്യക്തിയുടെ കാര്യമല്ല, ദൈവത്തെ അറിഞ്ഞിട്ട് അറിയാത്തവനെ പോലെ ജീവിക്കുന്നവൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറഞ്ഞത് അങ്ങനെയുള്ള കഷ്ടതയെക്കുറിച്ചല്ല പറഞ്ഞത്. ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്നവർക്ക് കഷ്ടതയുണ്ടാകും. ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ കഷ്ടത
കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനപ്രകാരം ദൈവത്തിന് തീഷ്ണതയുള്ളവനായി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായി, ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം വന്നു, അതിനെ ഉപവാസിച്ചു, പ്രാർത്ഥിച്ചു, വചനം ഏറ്റെടുത്തു, ഏറ്റെടുത്തു, അതിനെ ജയിച്ചു കഴിയുമ്പോൾ അടുത്തത് വരും. ആമേൻ. പക്ഷേ വേദപുസ്തകം പറയുന്നു ഇത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിന് കൃപയുള്ള വ്യക്തി ഇതിലൊന്നും നശിച്ചു പോകത്തില്ല. ആമേൻ. അവൻ ഇതിലെല്ലാം ജയിച്ചു കയറും. ഹല്ലേലൂയ. എത്ര പ്രശ്നം വന്നാലും, എത്ര പ്രതികൂലം വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും ദൈവകൃപയുള്ളവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ, ദൈവത്തോട് കൂടെ മാത്രം നടക്കുന്നവൻ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ ഇതിലെല്ലാം ജയിച്ചു കയറും. ഹല്ലേലൂയ. ആമേൻ. രണ്ടും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും മാറിപ്പോരുത്. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കഷ്ടത ഉണ്ടാകും, പക്ഷെ അവൻ കഷ്ടത നശിച്ചു പോകത്തില്ല. അവന്റെ മേൽ ദൈവത്തിന് കൃപയുണ്ടായിരിക്കും. ആ കൃപ അവനെ മുന്നോട്ട് ജയിപ്പിച്ച് ഉയർത്തി ഓരോ പ്രശ്നങ്ങളെയും, ഓരോ പ്രതികൂലങ്ങളെയും, ഓരോ വെല്ലുവിളികളെയും ചവിട്ട് പടിയാക്കി, പ്രമോഷനാക്കി അവന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ആമേൻ. ഹല്ലേലൂയ. അതാണ് 127-ന്റെ 1-2 വാക്യത്തിന്റെ പ്രത്യേകത. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, തൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പറഞ്ഞ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് നന്മയ്ക്കായി കൂടി? നന്മയ്ക്കായി എന്ന് പറഞ്ഞാൽ പോരെ, നന്മയ്ക്കായി കൂടി എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവന്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ കൃപ, ആ പ്രശ്നം, ആ പ്രതികൂലം, ആ പ്രയാസം അവന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ശക്തിയോടെ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ കേൾക്കുന്നവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ അവനവന് മനസ്സിലാകും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണോ, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ പ്രശ്നം, ഞാനിന്ന് അനുഭവിക്കുന്ന പ്രയാസം ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടാണോ, അതോ ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണോ? സ്തോത്രം. അത് അവനവൻ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതൊരു പാസ്റ്ററും ദൂത് പറഞ്ഞിട്ട് കാര്യമില്ല, അതാരും തലയൊക്കെ വെച്ചിട്ട് ആട്ടിയിട്ടോ കുലിക്കിട്ടോ ഒരു കാര്യമില്ല. ഇത് അവനവൻ്റെ തീരുമാനം, സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരേണ്ടതാണ്. എത്ര അഭിഷേകമുണ്ടെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നത് ആമേൻ ദൈവത്തിൽ ആശ്രയിച്ചുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? അതുകൊണ്ട് കൃപയുള്ളവൻ്റെ ജീവിതത്തിൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ വൃഥ അധ്വാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ആമേൻ. വൃഥ ഉറക്കമിഴയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ആമേൻ. കാരണം അവനറിയാം, ഞാൻ എത്ര അധ്വാനിച്ചാലും, ഞാൻ എത്ര ഉറക്കം നിന്നാലും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൂടെയില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തോട് ദൈവകൃപയില്ലാത്തവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. കാരണം അവനറിയാം, എൻ്റെ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഇതൊന്നും വിജയിക്കത്തില്ല. സ്തോത്രം. ആമേൻ. ആമേൻ. എന്നാൽ അടുത്ത വാക്യത്തിൽ നിന്നാണ് ഞാൻ ദൂത് പറഞ്ഞ അടുത്ത വാക്യത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. 2 വാക്യം സങ്കീർത്തനക്കാരൻ ഈ 2 വാക്യം എഴുതി വെച്ചിട്ട്, തൻ്റെ പ്രിയനോ
അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആമേൻ പറയണം. ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നേ പലർക്കും അറിയത്തുള്ളൂ. ആമേൻ. പലരും അതാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ കിട്ടും, ഉറക്കത്തിൽ കൊടുക്കും. പക്ഷെ അതിന് മുമ്പൊരു വാക്യമുണ്ട്. എന്താണ്? അതിന് മുമ്പ് ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ആർക്കാ ഉറക്കത്തിൽ കൊടുക്കുന്നേ? ആർക്കാ ഉറക്കത്തിൽ കൊടുക്കുന്നേ? 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെല്ലാം വ്യർത്ഥമത്രേ. ഉറക്കം നിൽക്കുന്നത്, വെളുപ്പിനെ എഴുന്നേൽക്കുന്നത്, കഷ്ടപ്പെട്ട് വീട് പണിയുന്നത്, ഓടി നടന്ന് ജോലി ചെയ്യുന്നത്, ആമേൻ, ഒത്തിരി 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 സ്ട്രഗിൾ ചെയ്യുന്നത്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആമേൻ കിടന്ന് കാള അധ്വാനിക്കുന്ന പോലെ കിടന്ന് അധ്വാനിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ വെറുതെയാണ്. ആമേൻ. വട്ടപൂജ്യമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ കൊണ്ട് അവസാനിച്ചു. അടുത്ത വാക്യം. അപ്പൊ ആർക്കാ ഉറക്കത്തിൽ കൊടുക്കുന്നേ? ആർക്കാ ഉറക്കത്തിൽ കൊടുക്കുന്നേ? ആമേൻ. ദൈവത്തിൻ്റെ പ്രിയനോ. സ്തോത്രം. ആദ്യം ദൈവകൃപയില്ലാതെ, ദൈവത്തോട് കൂടെ നടക്കാതെ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ, ദൈവത്തെ ഇത് ജാതികൾക്കുള്ള സങ്കീർത്തനമല്ല. ഇത് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടുന്നവർക്കുള്ള സങ്കീർത്തനമാണ്. ആമേൻ. അവരോടായി സങ്കീർത്തനം. ദൈവത്തെ അറിയാത്ത ജാതികളോടല്ല. ദൈവത്തെ വിശ്വാസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നു പറഞ്ഞവനുള്ളതാണ്. അവിടെ പറയുകയാണ്, ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അറിഞ്ഞു, പക്ഷെ അറിയാത്തവനെ പോലെ ജീവിക്കുന്നവൻ്റെ അധ്വാനം വ്യർത്ഥമാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ, മലയാളത്തിൽ എന്നാൽ എന്ന വാക്കില്ല, ഞാനത് കൂട്ടിച്ചേർക്കുക. എന്നാൽ തൻ്റെ പ്രിയനോ, തൻ്റെ പ്രിയനോ, പ്രിയനെന്നല്ല, ഉറക്കത്തിൽ കൊടുക്കുന്നെന്നല്ല, തൻ്റെ പ്രിയനോ. എത്ര പേർക്ക് ഇത് ഒരു ദൂതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? എനിക്കറിയാം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ഇതിനോട് കൈപൊക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർ ഇന്ന് ഏറ്റെടുത്തോ. ചിലത് നിന്റെ ലൈഫിൽ നിന്റെ അധ്വാനവും കഷ്ടപ്പാടും മാറ്റി ഉറക്കത്തിൽ എന്ന പോലെ ദൈവം ചെയ്തു തരാൻ പോകുക. സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുക യേശുവിന്റെ നാമത്തിൽ. തന്റെ പ്രിയനോ, അവൻ രാത്രി ഉറക്കമടിച്ചിട്ട് കിട്ടാത്തത്, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചിട്ട് കിട്ടാത്തത്, ആമേൻ, ഒരായുസ് മുഴുവനും കഷ്ടപ്പെട്ടിട്ട് നേടാൻ പറ്റാത്തത്, തന്നോട് കൂടെ നടക്കുന്നവര് ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനം വളരെ സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണത്. നമ്മൾ ഭവനപ്രതിഷ്ഠയ്ക്കൊക്കെ വായിക്കുന്ന സങ്കീർത്തനമായത്. ഹല്ലേലൂയ. പക്ഷെ ഇതുപോലും മനസ്സിലാകണമെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത്ര ലളിതമായ ഈ വചനത്തിൽ നിന്ന് ലളിതമായ ദൂത് പോലും മനസ്സിലാകണമെങ്കിൽ ഒരു തുള്ളിയെങ്കിലും ദൈവകൃപ ഉണ്ടായിരിക്കണം. ആമേൻ. സ്തോത്രം. ഒരു തരിയെങ്കിലും ദൈവകൃപ ഉണ്ടായിരിക്കണം. ആമേൻ. അല്ലാത്തവർക്ക് ഇതുപോലും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ആരാണ് തൻ്റെ പ്രിയൻ? തൻ്റെ പ്രിയനായാലുള്ള പ്രത്യേകത എന്താണ്? വേദപുസ്തകം തൻ്റെ പ്രിയനെ കുറിച്ച് എന്താണ് പറയുന്നത്? തൻ്റെ പ്രിയനായാൽ ദൈവം എന്ത് ചെയ്യും? 2 വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. ലൂക്കോസ് 1:5 മുതൽ. ആദ്യം യഹൂദയ ദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുക. ആ കുടുംബത്തിൽ 2 പേരുണ്ട്. ആ 2 പേരുടെ പേര്, ഒന്ന് സെഖര്യാവ്, ഭാര്യയുടെ പേര് എലിസബത്ത്. പേര് എഴുത്തുകാരൻ ലൂക്കോസ് എഴുതിയിട്ട് ഇവരുടെ പേരും അഡ്രസ്സും ഒക്കെ വെളിപ്പെടുത്തിയിട്ട് അതിനുശേഷം അവർക്കുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആമേൻ. നമ്മൾക്ക്
സഖര്യാവിൻ്റെ എലിസബത്തിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സഭയിൽ തന്നെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ പ്രസംഗിച്ചിരിക്കുന്നത് സഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന വചനമാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരിക്കുന്നത് മച്ചിയായവൾക്ക് ഒരാൺകുഞ്ഞിനെ ദൈവം കൊടുത്തു, ഒരത്ഭുതത്തെക്കുറിച്ചാണ്. എന്നാൽ മച്ചിയായവളും വാർദ്ധക്യം ചെന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വല്യമ്മച്ചിക്ക് അടഞ്ഞുപോയ ഗർഭം പാത്രം തുറന്ന് ദൈവം മുൻനിർണയിച്ച യോഹന്നാൻ, യേശു കർത്താവിന് വഴികാട്ടിയായി വരേണ്ടവൻ, മച്ചിയായ വാർദ്ധക്യം ചെന്ന വയസ്സ് ചെന്ന ആ സ്ത്രീയിൽ തന്നെ ജനിക്കുവാൻ തക്കവണ്ണം ഒരത്ഭുതം ദൈവം ചെയ്തു. ആമേൻ. ഒരാൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. അതായത് ലോകത്തിൻ്റെ മുമ്പിൽ മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യം, ഇത് യഹോവയാൽ സംഭവിച്ചു. ആമേൻ. ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. വാർദ്ധക്യം ചെന്ന, പ്രായം ചെന്ന, വയസ്സ് ചെന്ന എലിസബത്ത് എന്ന സ്ത്രീ അവരുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച്, മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഒരു പുത്ര ഉൽപാദനത്തിൻ്റെ സമയം കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സമയം കഴിഞ്ഞു, അതിൻ്റെ അപ്പുറവും കഴിഞ്ഞു. പക്ഷേ ആ ഉദരത്തിൽ ജനിച്ചത് കേവലം ഒരു കുഞ്ഞല്ല, ഒരു വാഗ്ദത്ത സന്തതിയാണ്. ആമേൻ. അപ്പം ഇതുപോലൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പലരും പ്രസംഗിച്ചിട്ടുണ്ട്, ദൂത് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുവാനൊരു കാരണമുണ്ടായിരുന്നു. ആമേൻ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഹെരോദാവിൻ്റെ കാലത്ത് ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിയനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ പ്രിയയെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുക. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണോ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണോ? ദൈവത്തിന് പ്രിയപ്പെട്ടവനാണോ? നിന്റെ ആയുസ്സിൽ സ്വപ്നം കാണാൻ പറ്റാത്ത അത്ഭുതം ദൈവം ചെയ്യും. ഒരു കണ്ടീഷൻ, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കും. ആമേൻ. ഇവിടുത്തെ എന്താണ് ഇവരുടെ സവിശേഷത? അപ്പോൾ എഴുത്തുകാരൻ സഖര്യാവിനെയും എലിസബത്തിനെയും കുറിച്ച് ആദ്യം പേരുമട്ടസം പറഞ്ഞിട്ട് അവരുടെ ഒരു സവിശേഷത പറയും അവിടെ, ഒരു ഗുണം. ആമേൻ. നമ്മൾ ആരുടെ ഗുണം പറയാൻ ആഗ്രഹിക്കുന്നവരല്ല. 90 ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കരടുണ്ടെങ്കിൽ കരട് പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ എഴുത്തുകാരൻ ഈ ഫാമിലിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അവരുടെ സവിശേഷതയെക്കുറിച്ച് പറയുക. എന്താണ് അവരുടെ സവിശേഷത? ഇരുവരും ദൈവസന്നിധിയിൽ കരമൊന്ന് ഉയർത്തി, ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമറ്റവരുമായിരുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരുടെ ഈ എല്ലാവർക്കും ഒരു ധാരണമുണ്ട്, പള്ളിയിൽ പോയാൽ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന്, സ്നാനപ്പെട്ടാൽ പ്രിയപ്പെട്ടതാണെന്ന്. നോ, ഒരിക്കലുമില്ല. ഒരു കാലത്തുമില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടാകാനും പോകുന്നില്ല. ആമേൻ. ദൈവത്തിന് പ്രിയപ്പെട്ടവനാകണമെങ്കിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തതിനാൽ കാണാതെ പോയി. ആമേൻ. ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തപ്പോൾ ഒരുവൻ മാത്രം കണ്ടു, അവന്റെ പേര് എലീശ. കാരണം അവൻ ഏലിയാവിന് പ്രിയപ്പെട്ടവനായിരുന്നു. ആമേൻ. പ്രിയപ്പെട്ടവനാകാൻ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടക്കുന്ന 1-2 കാര്യം. ഒന്ന്, അവർ ദൈവസന്നിധിയിൽ, ആമേൻ, പറഞ്ഞേ എത്ര പേർക്ക് പറയാൻ പറ്റും? നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് പറഞ്ഞ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. ഇനി ധൈര്യമുള്ളവർ പറ, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമറ്റവരുമായിരുന്നു. പ്രിയപ്പെട്ടവനാണെങ്കിൽ, പ്രിയപ്പെട്ടവളാണെങ്കിൽ ഒരു ലക്ഷണം ഇതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഓ,
മനസ്സിലാകുന്നില്ലല്ലേ? ബുദ്ധിമുട്ടുണ്ടോ ഏറ്റെടുക്കാൻ? ആമേൻ. ആരുമില്ലേ ഈ വചനവുമായിട്ട് ചേർന്ന് വരുന്ന ആരും ഈ ചർച്ചിൻ്റെ അകത്തില്ലേ? ആമേൻ. ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമറ്റവരുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതായിരുന്നു അവരെ ദൈവത്തിൻ്റെ പ്രിയരാക്കിയത്. ആമേൻ. ഇതാണ് അടഞ്ഞുപോയ ഗർഭപാത്രം. ഇതാണ് ആമേൻ വാർദ്ധക്യം വന്ന ആ ശരീരത്തിൽ വീണ്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചത്. ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതൂത് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ആമേൻ. നീ പ്രിയനാണോ, പ്രിയയാണോ? ആമേൻ. നിന്റെ ലൈഫിൽ ആമേൻ അസാധ്യമായത് സാധ്യമാക്കുവാൻ രാവിലെ മുതൽ ഉച്ച വരെ ജോലി ചെയ്തിട്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ആ ജോലിയുടെ കൂലി അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കോൺട്രാക്ടർ വൈകുന്നേരം കൂലിക്ക് നിൽക്കുമ്പോൾ കോൺട്രാക്ടർ പറയുവാണ് ഇപ്പോൾ പൈസ ഇല്ല, രാത്രി തരാമെന്ന് പറഞ്ഞ് ആമേൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തളർന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി കഴിയുമ്പോൾ കോൺട്രാക്ടർ വന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൂലി കൊടുക്കുന്ന കാര്യമല്ല ഇത് പറഞ്ഞത്. ആമേൻ. അസാധ്യമായതിനെ തന്റെ ഉറക്കത്തിൽ പ്രിയപ്പെട്ടവൾക്ക് അസാധ്യമായതിനെ ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആമേൻ. ഒരു വ്യക്തിയോട് പണം കടം ചോദിച്ചു, ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി, അത് കിട്ടണ സമയം കഴിഞ്ഞു, അവസാനം ഇനി നാളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ മെസ്സേജ് വരുന്നതോ ബെല്ലടിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞേ. അസാധ്യമായത്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. അത് നടക്കുന്നത് പ്രിയപ്പെട്ടവൾക്ക് യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക അഭിഷേകം ഇന്നിവിടെ മേൽ വ്യാപരിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഇനി പ്രിയന്റെ രണ്ടാമത്തെ ഒരു ലക്ഷണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാൻ 11:3. ആമേൻ. മതി. ആ സഹോദരിമാർ, ഏത് സഹോദരിമാർ? ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ ആളയച്ചിട്ട് പറഞ്ഞു, ആര് ദീനമായി കിടക്കുന്നുവെന്നാ പറഞ്ഞ്? നിനക്ക് പ്രിയനായവൻ. സങ്കീർത്തനക്കാരനല്ല പറഞ്ഞ്, ഒരാങ്ങളയുടെ 2 പെങ്ങന്മാരാ പറഞ്ഞ്. ഞങ്ങൾക്ക് പ്രിയനായവനെന്നല്ല പറഞ്ഞ്, ദൈവമേ അല്ലെങ്കിൽ കർത്താവേ അല്ലെങ്കിൽ യേശുവേ നിനക്ക് പ്രിയനായവൻ ദീനമായി. ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വലുതാണ് കേട്ടോ. മനുഷ്യനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞ ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യോബിനെ കുറിച്ച് പറഞ്ഞു, നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തൻ. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, അവൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. മോശയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അവനെ പോലെ മുഖാമുഖം അറിഞ്ഞ വേറൊരുവനില്ല. സ്തോത്രം. ഇത് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യമാണ്. പക്ഷെ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ കുറിച്ച് മനുഷ്യൻ പറയുന്ന ഒരു വചനമുണ്ടെങ്കിൽ അത് യോഹന്നാൻ 11:3 കിടക്കുന്നത്. നിനക്ക് പ്രിയനായവൻ. ഓ, ഇതാണ് പറയുന്നത്. നിന്നെ കുറിച്ച് നീയല്ല സാക്ഷ്യം പറയേണ്ടത്, ദേശം സാക്ഷ്യം പറയണം, മനുഷ്യൻ സാക്ഷ്യം പറയണം, നിന്റെ കൂട്ട് സഹോദരങ്ങൾ സാക്ഷ്യം പറയണം, സഹവിശ്വാസികൾ സാക്ഷ്യം പറയണം, നിന്റെ നാട്ടിലും വീട്ടിലും ഉള്ളവർ സാക്ഷ്യം പറയണം. നീ ദൈവ പൈതലാണോ? ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാണോ? Praise God. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അത് ലാസറിന്റെ ദീനം, മരണം, ഉയർപ്പ്. ദീനം, മരണം, അടക്ക്, ഉയർപ്പ്. ഇതെല്ലാം ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളതാണ്.
ഒത്തിരി ദൂതുകൾ ഇതെന്ന് കേട്ടിട്ടുള്ളതാ. പക്ഷേ ദീനം വന്നപ്പോൾ യേശു വരാതിരുന്നതും മരിച്ചപ്പോൾ വരാതിരുന്നതും ഒടുവിൽ നാറ്റം വന്ന് 4-ാം ദിവസം വന്നതും എല്ലാത്തിലും ഒടുവിൽ നാറ്റം വെച്ച് കാണും കർത്താവേ എന്ന് പറഞ്ഞിട്ടും ഉയർപ്പിച്ചതും ഒറ്റ കാരണമാണ്. ആമേൻ. തനിക്ക് പ്രിയനായിരുന്നു. ആമേൻ. തനിക്ക് പ്രിയനായിരുന്നു. തനിക്കവൻ പ്രിയനായിരുന്നു. ആര്? ലാസർ യേശുവിന് പ്രിയനായിരുന്നു. ആമേൻ. പ്രിയനാണോ പ്രിയയാണോ സ്വയം പരിശോധിക്കുക. അങ്ങനെയാണെന്ന് തോന്നിയാൽ ഇന്ന് ഒരു പ്രവചനം വിളിച്ചു പറയാം. അടക്കാൻ സാധ്യതയില്ലാത്തതാ, പ്രാർത്ഥിച്ചു മടുത്തതാ, പ്രവചനം കേട്ട് മടുത്ത ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. Shalamathia says, thank you Holy Spirit. Hallelujah. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. തന്റെ പ്രിയനോ അവനോ ഉറക്കത്തിൽ കൊടുക്കുന്നു. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. എനിക്കറിയത്തില്ല ഇവിടെ എത്ര പേര് ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും എത്ര പേര് അല്ല എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെയും നിങ്ങളെയും ആയിരിക്കുന്നത് പോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാനൊരു കാര്യം വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. ഇവിടെ രണ്ട് സാക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സഖരിയാവും എലിസബത്തും. വാർദ്ധക്യം ചെന്ന് പ്രായമായി കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ പ്രായത്തിൽ ഗർഭപാത്രം തുറന്ന ഒരു അത്ഭുത ശിശുവിനെ കൊടുത്തതിൻ്റെ കാരണം ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. ആമേൻ. ലൂക്കോസ് 13:10 ഒരു കൂനിയ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. സാത്താൻ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ടവൾ, അവളെ യേശു സൗഖ്യമാകുന്നൊരു കാര്യം പറയുന്നുണ്ട് അവിടെ. കാരണം എന്താണെന്നറിയോ? കൂനാണ്. 18 വർഷമായിട്ട് ശരീരം വളഞ്ഞിരിക്കുക, നട്ടല് വളഞ്ഞിരിക്കുക. ഭൂമി മാത്രമേ കാണുന്നുള്ളൂ, ആകാശം കണ്ടിട്ടില്ല 18 വർഷമായിട്ട്. ആമേൻ. ഈ 18 വർഷവും ദൈവത്തോടുള്ള ബന്ധത്തിനൊരു മാറ്റവും വന്നില്ല. ആമേൻ. ആലയത്തിലെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും മുടക്കം വന്നില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. ആമേൻ. സമയമായപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ മശിഹ ആലയത്തിൽ അവതരിച്ചു. അവളെ തൊട്ടിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആമേൻ. എല്ലാ അത്ഭുതങ്ങൾക്കും പുറകിൽ ഒരു റീസൺ ഉണ്ട്. എല്ലാ ദൈവപ്രവൃത്തിക്കും പുറകിൽ ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. ഒരു പ്രവാചകൻ പ്രവചിച്ചു അതുകൊണ്ട് അത്ഭുതം നടക്കണമെന്നില്ല. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവചനങ്ങൾ നടക്കാതെ ആത്മീയ ലോകത്ത് കിടക്കുന്നു. കാരണം അത് നടക്കാൻ, ഒരു അത്ഭുതം നടക്കാൻ, ആമേൻ, ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ആ യോഗ്യത പലതാണ്. അതിലെ ഒന്നാമത് ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, നീ ദൈവത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞു 3 വ്യക്തികളെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. മോശെ, ദാവീദ്, ഇയ്യോബ്. പക്ഷെ ഇവിടെ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി, ദീനമായി കിടക്കുന്നു എന്ന് മനുഷ്യൻ സാക്ഷ്യം പറയണമെങ്കിൽ അവൻ്റെ ജീവിതം എന്തായിരിക്കണം? ആമേൻ. അവൻ യേശുവുമായിട്ട് എങ്ങനെയായിരിക്കണം അവൻ്റെ ബന്ധം? ലാസർ, ആമേൻ, ലാസറെ കുറിച്ച് ഒത്തിരി ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടന്നു, ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. ഒടുവിൽ 12-ാം അധ്യായത്തിൽ ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. ആമേൻ. അത്ര ലാസറിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതം മുഴുവൻ ഈ ഒറ്റ വാക്കിൽ കിടപ്പുണ്ട്, നിനക്ക് പ്രിയനായവൻ. ഞങ്ങളുടെ ആങ്ങള രോഗിയായി കിടക്കുന്നല്ല പറഞ്ഞ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ രോഗിയായി കിടക്കുന്നല്ല പറഞ്ഞ്, യേശുവേ നിന്റെ പ്രിയപ്പെട്ടവൻ രോഗിയായി കിടക്കുന്നു. അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞാൽ, ഒരു കാര്യം ഓർത്തേ, നിന്നെക്കുറിച്ച് മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം പണ്ടേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ആമേൻ. അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ആമേൻ. പ്രൈസ് ഗോഡ്.
ഇവിടെ ഇയ്യോബിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും മോശയെക്കുറിച്ചും ദൈവം സാക്ഷ്യം പറയുന്നു. പക്ഷേ ഏതെങ്കിലും മനുഷ്യർ സാക്ഷ്യം പറയുന്നത് അവിടെ കാണുന്നില്ല. പക്ഷേ ഇവിടെ യേശുവിന് നീ പ്രിയപ്പെട്ടവനാണ് ലാസർ എന്ന് സഹോദരിമാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം അറിഞ്ഞാലും ലോകം അറിയണമെന്നില്ല. ആമേൻ. ദൈവം ആമേൻ നിന്നെ സ്നേഹിച്ചാലും ലോകം അറിയണമെന്നില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിലും, ദൈവം ആണ് നിന്നെ നടത്തുന്നെങ്കിലും, നീ ദൈവത്തിൽ ആശ്രയിച്ച ജീവിക്കുന്നതെങ്കിലും ലോകം അതറിയണമെന്ന് നിർബന്ധമില്ല. ലോകം നിന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ ആമേൻ, ദൈവം അറിഞ്ഞിട്ടും ലോകത്തിനത് ബോധ്യമാകാത്ത ഒരുപാട് പേരുണ്ട്. ആമേൻ. പക്ഷെ ഇവിടെ ലോകം സാക്ഷ്യം പറയുക, നിനക്ക് പ്രിയപ്പെട്ടവൻ. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ എത്ര അധികമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം ദിവസമായത് നാറ്റം വെക്കാൻ വരെ കാത്തിരുന്നു, എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ തനിക്ക് പ്രിയനായിരുന്നു. പ്രിയനാണെങ്കിൽ, ശ്രദ്ധിച്ചേ, പ്രിയനാണെങ്കിൽ ഉറക്കം, 2 ഉറക്കത്തെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ. അതിന് 2 ഭാഗം ഞാൻ പറയൂ. 1 ശാരീരികമായ ഉറക്കം, 2 മരണത്തിൻ്റെ ഉറക്കം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് ആമേൻ ഉറക്കം. ആമേൻ. പകൽ മുഴുവൻ ജോലി ചെയ്തു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും നിനക്ക് അത്ഭുതം ചെയ്യും. പക്ഷെ പ്രിയനാണെങ്കിൽ ആമേൻ അതുമാത്രമല്ല, ആമേൻ ആത്മീയ ഉറക്കത്തിലും, ആമേൻ ശരീരം മരിച്ച ഉറക്കത്തിലും ചീഞ്ഞ് നാറ്റം വെച്ചാലും പ്രിയനാണെങ്കിൽ നേരത്തെ നമ്മൾ കേട്ടു, അസാധ്യമായത് സാധ്യമാക്കി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ടവന് ഒരു നാട് മുഴുവനും നോക്കി നിൽക്കെ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാ എന്ന ഒറ്റ വാക്കുകൊണ്ട് തെളിയിച്ചു. ലാസറേ പുറത്തു വാ. ലോകം അടച്ചുപൂട്ടി കല്ലറക്കകത്തൊതുക്കി. എന്നിട്ട് പറഞ്ഞു അടുത്തേക്ക് പോലും പോകണ്ട, നാറ്റം വരുമെന്ന് പറഞ്ഞു. ആ ലോകം നോക്കി നിൽക്കേ യേശു വിളിച്ചു പറഞ്ഞു, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാ. ലാസറേ കം ഔട്ട്. ഇന്ന് പകൽ വിശ്വസിക്കാമോ? നീ ചിലര് പ്രിയപ്പെട്ടവർ, ചിലര് ലോകം വിധി എഴുതിയ ചിലര് ലോകം നോക്കി നിൽക്കേ പുറത്തു വരികയാ യേശുവിന്റെ നാമത്തിൽ. Thank you, Jesus. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം. നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ
യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ച അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ വചനത്തിൽ നിന്ന് മാറ്റമില്ലാത്ത ദൂതുകളെ കേൾപ്പാൻ അങ്ങ് ഞങ്ങളെ കൃപ ചെയ്തതോർത്ത് സ്തോത്രം. പരിശുദ്ധാത്മാവൻ ദൈവമേ, ഞങ്ങളുടെ മധ്യ അങ്ങ് വെളിപ്പെട്ടവനായി, വ്യാപരിച്ചതിനായി, വചനത്തിൻ്റെ പൊരുളുകൾ വെളിപ്പെടുത്തിയതിനായി, ജനത്തെ സ്പർശിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാവരും ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കേട്ട ദൂതുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കൽപ്പിക്കുന്നു.